കഴിഞ്ഞ ദിവസം പുറത്തുവന്ന US ഫെഡിൻ്റെ FOMC മീറ്റിംഗ് ഔട്ട്കത്തിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്താൻ തീരുമാനിക്കുകയും എന്നാൽ കറണ്ട് ഇയറിൽ തന്നെ 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 0.7% ഉയർന്ന് 22,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 0.81%, നിഫ്റ്റി IT 0.78% ഉയർന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും 2% മുകളിൽ ഉയർന്നു. 1837ഓളം സ്റ്റോക്കുകളിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റവും 418ഓളം സ്റ്റോക്കുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 2,599 കോടിയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,667 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്ന് HDFC ബാങ്ക്, ITC, L&T, NTPC, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ അപ്സൈഡിലേക്ക് നയിച്ചത്. അതേസമയം ഭാരതി എയർടെൽ, ICICI ബാങ്ക്, HDFC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, മാരുതി സുസുക്കി, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഒട്ടുമിക്ക ഇൻഡിസസുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി റിയാലിറ്റി 2.8% ഉയർന്നു. നിഫ്റ്റി മെറ്റൽ 2.4%, PSU ബാങ്ക് 2% ഉയർന്നു. നിഫ്റ്റി എനർജി, മീഡിയ, ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ തുടങ്ങിയ സെക്ടറുകൾ 1% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വരും സമയങ്ങളിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 22,200, 22,300 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. അതേസമയം 21,700 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഡൗൺവേർഡ് കറക്ഷന് ശേഷമുള്ള പുൾ ബാക്ക് റാലിയെ സൂചിപ്പിക്കുന്ന രീതിയിൽ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോടു കൂടിയുള്ള ക്യാൻഡിലാണ് ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ്. ദീപക് നൈട്രേറ്റ് ഇന്ന് 2.37% ഉയർന്ന് 2,149 ക്ലോസിംഗ് നൽകി. 2,500 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് 2,000 എന്ന സപ്പോർട്ടിലേക്കുള്ള ഡൗൺവേർഡ് ട്രെൻഡിലാണ്. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 1,762. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8% നെഗറ്റീവ് റിട്ടേൺ നൽകി. ഇന്ന് ദീപക് നൈട്രേറ്റുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റാണ് ഗുജറാത്തിലെ ദഹേജ് ഡിസ്ട്രിക്റ്റിൽ ദീപക് നൈട്രേറ്റ് അതിൻ്റെ ഫ്ലൂറിനേഷൻ പ്ലാന്റിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്ന അപ്ഡേറ്റ്. ദീപക് നൈട്രേറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ദീപക് കെമിക്കൽ ടെക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലാണ് പുതിയ ഫ്ലൂറിനേഷൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ഈ ഫ്ലൂറിനേഷൻ പ്ലാന്റിൽ ബെൻസോ ട്രൈ ഫ്ലൂറൈഡ് എന്ന കെമിക്കൽ കോമ്പൗണ്ട് മാനുഫാക്ചർ ചെയ്യുന്നു. ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ദീപക് നൈട്രേറ്റ് 2,500 നിന്നും കറക്റ്റായി 2,150 ട്രേഡ് ചെയ്യുന്നു. 2,000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 1,950, 1,750 തുടങ്ങിയ സപ്പോർട്ടുകളാണ് 2,000 താഴെയുള്ള സപ്പോർട്ട്. അതേസമയം 2,300, 2,500 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. രണ്ടാമത്തെ സ്റ്റോക്ക് മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. ഇന്ന് മോത്തിലാൽ ഒസ്വാൾ 2.15% ഉയർന്ന് 1,615 ക്ലോസിംഗ് നൽകി. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 12.74. ഡിവിഡൻഡ് ഈൽഡ് 1% 52 വീക്ക് ഹൈ 1,938, 52 വീക്കിലോ 581. AMK ഗ്ലോബൽസ് മോത്തിലാൽ ഒസ്വാളിന് 26% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. MK ഗ്ലോബൽസ് മോത്തിലാൽ ഒസ്വാളിന് 2,000 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 2025 മാർച്ച് മാസത്തിന് മുൻപ് സ്റ്റോക്ക് 26% അപ്സൈഡിലേക്ക് നീങ്ങുമെന്നാണ് MK ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി ക്യാപിറ്റൽ മാർക്കറ്റ്, അസറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ്, ഹൗസിംഗ് ഫിനാൻസ് തുടങ്ങിയ സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. കൂടാതെ കമ്പനിയുടെ 70%ഓളമുള്ള കൺസോളിഡേറ്റഡ് നെറ്റ്വർത്തും ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇത് കമ്പനിക്ക് മികച്ച ഓപ്പറേഷണൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് MK ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 2008 17% CAGR-ഉം 2014 മുതൽ 19 വരെ 22% CAGR-ഓടും കൂടി വളർച്ച കൈവരിച്ച മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ 24% CAGR-ഓട് കൂടിയുള്ള വളർച്ച കൈവരിക്കും എന്നാണ് MK ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്.
ഇതുകൂടാതെ ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന റിസ്ക് ഇന്ത്യൻ ഇക്വിറ്റീസ് ഡീറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോത്തിലാൽ ഒസ്വാളിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന റിസ്ക് ആയിരിക്കും. മോത്തിലാൽ ഒസ്വാളിന് ബൈ എന്ന റേറ്റിംഗും 2000 രൂപയ്ക്ക് മുകളിലുള്ള ടാർഗറ്റുമാണ് AMK ഗ്ലോബൽസ് നൽകിയിരിക്കുന്നത്. 2024 വർഷത്തിൽ മാത്രം മോത്തിലാൽ ഒസ്വാൾ 30% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 182% റിട്ടേൺ നൽകി. 2000-നടുത്ത് നിന്നും സ്റ്റോക്കിൽ വന്ന കറക്ഷൻ സ്റ്റോക്കിനെ 1450 എത്തിക്കുകയും അവിടെ നിന്നും ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ സ്റ്റോക്കിൽ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1613-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1750, 1800 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ്. 1450 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് NMDCയെ കുറിച്ചുള്ളതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ NMDC 1.31% ഉയർന്ന് 208 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 60,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 9.5, ഡിവിഡൻഡ് ഈൽഡ് 4.12%. 52 വീക്ക് ഹൈ 252. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ കറക്ഷൻ ഫേസിലാണ്. NMDCക്ക് സിറ്റി എന്ന ഗ്ലോബൽ ബ്രോക്കേജ് സെൽ എന്ന റേറ്റിംഗും 180 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. മുമ്പ് സിറ്റി ഗ്രൂപ്പ് NMDCക്ക് 215 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. ഗ്ലോബലി ഇരുമ്പ് അയിരിൻ്റെ വില $130 പെർ ടണ്ണിൽ നിന്നും $105 പെർ ടണ്ണിലേക്ക് കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലും NMDCക്ക് ഇരുമ്പയിരിൻ്റെ വില കുറയ്ക്കേണ്ടി വരും എന്ന് സിറ്റി ഗ്രൂപ്പ് പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സിറ്റി ഗ്രൂപ്പ് സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഇരുമ്പയിരിൻ്റെ വില ഗ്ലോബൽ മാർക്കറ്റിൽ ഏകദേശം 25%-ഓളം കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിലും NMDCക്ക് നടപ്പിലാക്കേണ്ടി വരും. വ്യാഴാഴ്ച കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം കമ്പനി ലം ഇരുമ്പയിരിൽ ഏകദേശം 280 രൂപ പെർ ടൺ എന്ന റേറ്റിലുള്ള റിഡക്ഷനും ഫൈൻ ഇരുമ്പയിരിൽ 280 രൂപ പെർ ടൺ എന്ന റേറ്റിലുള്ള റിഡക്ഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2024 ജനുവരി മാസത്തിൽ ഇരുമ്പയിരിൻ്റെ വില കൂട്ടിയതിനു ശേഷം NMDC ഇതുവരെയും ഇരുമ്പയിരിൻ്റെ വിലയിൽ റിവിഷൻ നടത്തിയിട്ടില്ല. എന്നാൽ വ്യാഴാഴ്ച പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം കമ്പനി 2 കാറ്റഗറിയിലുള്ള ഇരുമ്പയിരിൻ്റെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം ലംബ് ഇരുമ്പയിരിന് 5,800 രൂപ പെർ ടൺ എന്ന റേറ്റും ഫൈൻ ഇരുമ്പയിരിന് 50,060 രൂപ പെർ ടൺ എന്ന റേറ്റുമാണ് പുതുക്കിയ വില. ഒരു പ്രധാന മെറ്റീരിയലിൻ്റെ വില കുറയ്ക്കുന്നത് കമ്പനിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റാണ്. കൂടാതെ NMDC ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായ ഒരു പ്രധാന റോ മെറ്റീരിയലാണ് ഇരുമ്പയിര്. NMDC എന്ന സ്റ്റോക്ക് 200 രൂപയ്ക്കടുത്ത് NMDC എന്ന സ്റ്റോക്കിന് 200-നടുത്ത് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 200 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 180, 175 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയും. സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന റെസിസ്റ്റൻസ് 225. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്